ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഫിഷ് ഫ്രൈ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. നമുക്ക് ഫുള്ള് പച്ച കളർ മസാലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, ഒരു 8-9 വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, വെള്ളമൊന്നും ഒഴിക്കാതെ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് വിട്ടുപോയതാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ നല്ല വലിയ പീസ് മീനാണ് എടുത്തേക്കുന്നത്. 5-6 പീസ് മീനേ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാല നന്നായിട്ട് തിരുമ്മി വയ്ക്കുക. നമ്മളിപ്പോൾ ഇത് ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ നമ്മളിത് കിട്ടിയിട്ട് തിരുമ്മി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇതാ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പൊരിക്കാനായിട്ടൊരു കടായി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പൊരിക്കാനുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ. അപ്പോൾ ഇതാ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡ് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ മീനിതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമ്മളിനി മറിച്ചിടുകയാണ്. ഒരുപാട് ഫ്ലെയിം ഓണാക്കിയിട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കരുത്. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ കണ്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ എന്നാലേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് മസാല എല്ലാം കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ആയിക്കഴിഞ്ഞ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ, ഗ്രീൻ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.